മിഥുനെ തനിക്ക് അത്രയേറെ ഇഷ്ടമാണോ? മിഥുനേട്ടനോടുള്ളത് വെറും ഇഷ്ടമല്ല, പിന്നെ മിഥുനേട്ടൻ എനിക്ക് എന്റെ ജീവനാ. കം ഓൺ മേഘ്നെ, അവൻ തനിക്ക് ജീവനാന്ന് പറഞ്ഞ എനിക്കെന്ത് മനസ്സിലാകാനാ? ആ ഫീലിംഗ് എങ്ങനെ ഉണ്ടാകുമെന്ന് പറയും. ആ, എപ്പോഴും മിഥുനേട്ടൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് തോന്നും. കുറച്ചു നേരം കൺമുന്നിലില്ലെങ്കിൽ എന്തോ സകലതും നഷ്ടപ്പെട്ടതുപോലെയാ. മിഥുനേട്ടൻ ഇല്ലാത്ത ഒരു ലോകത്ത് ജീവിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും എനിക്കാവില്ല. എന്റെ മിഥുനേട്ടനെ നഷ്ടപ്പെട്ട അടുത്ത ക്ഷണം എന്റെ ജീവനും ശ്വാസവും ഈ ശരീരത്തിൽ ഉണ്ടാവില്ല. വാവ്, എത്ര മനോഹരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തേ. ഒരു വ്യക്തിയോടുള്ള ഇഷ്ടം ഇതുവരെ ആരും ഇത്രയും ഭംഗിയായിട്ട് പറഞ്ഞിട്ടില്ല. ബട്ട് ഐ ഹാവ് വൺ ഡൗട്ട്. എന്താ? നിങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജ് അല്ലേ? അതെ. ഈ അറേഞ്ച് മാരേജിൽ പ്രണയം എവിടുന്നുണ്ടായി? എന്തുകൊണ്ടുണ്ടാവില്ല നീരജ്, ഒത്തിരി ഒത്തിരി ഉണ്ട്. എന്നുവെച്ചാ താലി കെട്ടിയ ക്ഷണം ആ വ്യക്തിയോട് പ്രണയം തോന്നി തുടങ്ങുമോ? അതിന് പ്രത്യേകിച്ചൊരു കാരണം വേണ്ടേ? ഒരു സ്നേഹത്തിന്റെ തുടക്കത്തിന് വലിയ വലിയ കാരണങ്ങളുടെ ഒന്നും ഒരു ആവശ്യമില്ല. ആ വ്യക്തി നമ്മളോട് പെരുമാറുന്ന രീതി നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി. അത് ശരി, അത്ര സിമ്പിളായിട്ടൊരു പ്രണയം ഉണ്ടാകൂ? ഒരു വ്യക്തി മറ്റാരേക്കാളും നമുക്ക് പരിഗണന നൽകുന്നു എന്നറിയുന്നത് എത്ര വലിയൊരു കാര്യ. മറ്റാരേക്കാളും കരുതലോടെ നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നത് നമ്മൾ മനുഷ്യരെല്ലാവരും ഇഷ്ടപ്പെടില്ലേ? അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിന്നാ സ്നേഹം ഉണ്ടാവുന്നത്. മിഥുൻ തന്നെ അത്ര സ്പെഷ്യൽ ആയിട്ടാ നോക്കുന്നേ? ആർക്കറിയാം നീരജ്, എനിക്ക് അങ്ങനെ തോന്നാറുള്ളത്. മിഥുനേട്ടന്റെ ഓരോ നോട്ടം, എന്നോടുള്ള സംസാര രീതി, പെരുമാറ്റത്തിലുള്ള അടുപ്പം, ഇതെല്ലാം എന്നോട് ഒത്തിരി കാര്യങ്ങൾ പറയും. മേഘ്നെ, നീ എനിക്ക് ഒത്തിരി ഒത്തിരി സ്പെഷ്യലാണെന്ന് ഓരോ ചലനത്തിലും മിഥുനേട്ടൻ എന്നെ അറിയിക്കാറുണ്ട്. ഇൻട്രസ്റ്റിംഗ്. അപ്പോ മിഥുനും തന്നെ അത്രയേറെ ഇഷ്ടമാണ്? ഇഷ്ടം തന്നെയാണ് നീരജ്. തന്നോട് ഒരു വട്ടമെങ്കിലും ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മിഥുനേട്ടന്റെ ഐ ലവ് യുന് ഭാഷയുണ്ടാവില്ല. എന്നുവെച്ചാ? ഐ ലവ് യു എന്ന് വാക്കുകളിലൂടെ പറയാറില്ല. പിന്നെ എങ്ങനെയാണാവോ പറയാ? ഇടയ്ക്കിടയ്ക്ക് ഏട്ടൻ എന്നെ വല്ലാത്തൊരു നോട്ടം നോക്കും. അതെങ്ങനത്തെ നോട്ടാന്ന് ചോദിച്ചാ എന്റെ ഹൃദയത്തിനുള്ളിലേക്ക് കുത്തിക്കേറുന്നത് പോലെയാ. ആ നോട്ടം എന്നോട് ഒരു ക്ഷണം കൊണ്ട് ഒരു 100 ഐ ലവ് യു പറയും. അപൂർവമായിട്ടാണെങ്കിലും വളരെ കരുതലോടെ ഏട്ടൻ എന്നെ തൊടാറുണ്ട്. ആ സ്പർശം എന്നോട് എന്താ പറയാന്നറിയോ? ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടെന്ന് എന്റെ ചെവികളിൽ മന്ത്രിക്കുന്ന പോലെ തോന്നും. ആ സ്പർശനത്തിലൂടെ പ്രതിധ്വനിക്കുന്ന ഐ ലവ് യു കാതങ്ങൾ
ചില കാര്യങ്ങൾ ഞാനിപ്പോ പറയുകയാണെങ്കിൽ ചിലപ്പോ ബാലിഷ്യമായി തോന്നുമായിരിക്കും. എന്നാലും എപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കാനും മാത്രം സുഖമുള്ള ഓർമ്മകളാ. എന്താ അതൊക്കെ? ഒരിക്കലും എന്താ ഉണ്ടായിന്നറിയോ? ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നേ. എനിക്ക് തണുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ AC-യുടെ ടെമ്പറേച്ചറും കൂട്ടി ശ്രദ്ധിക്കുന്ന വ്യക്തിയോട് സ്നേഹം തോന്നാതിരിക്കുന്നത് എങ്ങനെയാ? ഒരിക്കലും എന്റെ കാലിൽ ഒരു മുറിവുണ്ടായപ്പോ മിഥുനേട്ടന്റെ കൈകളിൽ എന്റെ പാദം എടുത്തു വെച്ച് മരുന്ന് വെച്ച് കെട്ടിത്തന്നു. അങ്ങനെ നമ്മളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് കിട്ടുമ്പോ അതിനേക്കാളും വലിയൊരു ഭാഗ്യമുണ്ടോ? അതിന്റെ സുഖാനുഭൂതി വാക്കുകളിൽ നിറയ്ക്കാനാവില്ല നീരജ്. മനസ്സിനെ തൊട്ടറിയണം. ആ മനസ്സുകൾ കൊണ്ട് തന്നെ ആസ്വദിക്കണം. കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കാം, പക്ഷെ മായാത്ത മിഥുൻ, നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്? മേഘനയ്ക്ക് തണുത്തപ്പോ AC-യുടെ ടെമ്പറേച്ചർ കൂട്ടിവെച്ച് ബ്ലാങ്കറ്റ് പുതപ്പിച്ചു കൊടുത്തിരിക്കുന്നു അല്ലേ? അവളുടെ കാലൊന്ന് മുറിഞ്ഞപ്പോഴേക്കും നിന്റെ കയ്യിൽ അവളുടെ പാദം എടുത്തു വെച്ച് നീ അവൾക്ക് മരുന്ന് പുരട്ടി കൊടുത്തു അല്ലേ? ഗ്രേറ്റ്, യു ആർ ഗ്രേറ്റ് മിഥുൻ. നിന്റെ ഉള്ളിൽ ഇത്ര നല്ലൊരു ഭർത്താവ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ മിഥുൻ. അങ്ങനെ അറിയാൻ ഇന്ന് വരെ എനിക്ക് നീ ഇങ്ങനെയൊന്നും ചെയ്തു തന്നിട്ടില്ലല്ലോ. അങ്ങനെയൊന്നും അല്ല മഞ്ജരി, ഞാൻ ചെയ്ത കൊച്ചു കാര്യങ്ങൾ പോലും അവള് വലുതായിട്ട് കാണുന്ന. എന്നോട് കള്ളം പറയണ്ട, ഒരിക്കലും അല്ല. നിന്റെ ഭാര്യയായ മേഘനയോട് നിന്റെ മനസ്സിനുള്ളിൽ ഒത്തിരി ഒത്തിരി സ്നേഹമുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ടാ എങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്. പക്ഷെ ഇന്ന് വരെ ഇങ്ങനെയുള്ള കരുതൽ എന്നോട് നീ കാണിച്ചിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാ? എന്നോട് അങ്ങനെ ഒരു സ്നേഹം നിനക്ക് ഇല്ലാത്തത് കൊണ്ടല്ലേ? മഞ്ജരി പ്ലീസ് ലിസൺ ടു മീ. മിഥുനെ കാണുന്നില്ലല്ലോ, എവിടെ അവൻ? എനിക്കൊന്നും കേൾക്കണ്ട മിഥുൻ, എന്നോടൊന്നും പറയാൻ വേണ്ട. ഇത്രയും കാലം നീ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് ഞാൻ പൊട്ടിയായത് മതിയടാ. നീ എന്നെ ചതിച്ചു ചതച്ചു തൊലച്ചു. ഇനി ഞാൻ അതിന് നിന്ന് തരില്ല. നീ ചതിയന. പറയുന്ന ഒന്ന് സമാധാനമായിട്ട് കേക്ക്. മിഥുൻ പ്ലീസ് മാറി നിൽക്ക്. പറയാനൊരു അവസരം മഞ്ജരി പ്ലീസ്. ഞാൻ എനിക്ക് പറയാനുള്ളതൊന്നും പറയട്ടെ പ്ലീസ്. മഞ്ജരി മഞ്ജരി വിടു മിഥുൻ. മഞ്ജരി നിക്ക്. ഓരോ അറയിലും ഓരോരുത്തരും. ഹൃദയത്തിനാകെ 4 അറയല്ലേ ഉള്ളൂ. അപ്പോ 4 പേരെയല്ലേ താമസിപ്പിക്കാൻ പറ്റൂ. പിന്നെ 100 പേരെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്? ചാരുവിന് എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു ഇമേജ് എങ്ങനെ ഉണ്ടായത്? ഓ ഹലോ മിസ്റ്റർ ഡൈനോസർ, അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ? ആരുടെ നിന്റെ മറ്റോടത്തെ ഡൈനോസർ? ആ
എപ്പോ നോക്കിയാലും ഇങ്ങനെ വളവള കൊഴകൊഴാന്ന് എന്തെങ്കിലും വായിട്ട് അലച്ചോണ്ടിരിക്കില്ലേ? അതുകൊണ്ടാണ് ഡൈനോസർ. എന്നാലും നീ എന്നെ അവിടെ ഒറ്റയ്ക്ക് ഇരുത്തിട്ട് പോവാ? ഓഹോ, നിന്നെ ഞാൻ സൊമാലിയയിലൊന്നുമല്ലോ കൊണ്ടേ ഇരുത്തിയത്. അവിടുന്ന് എഴുന്നേറ്റ് പോയതാരാ? നീയല്ലായിരുന്നു. വലിയ കാര്യത്തിൽ എഴുന്നേറ്റ് പോയിട്ട് പിന്നെ നിന്നെ പുറകെ വന്ന്. എനിക്കിതിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണുന്നുണ്ട്. ചാരു, നിനക്ക് എന്നോട് പ്രേമാണോ? അതായത് വല്ല സ്പെഷ്യൽ ഫീലിങ്സും ഉണ്ടോ? ചേച്ചേ, നിന്നെ പോലത്തെ ഒരു തെമ്മാടിയോട് സ്പെഷ്യൽ ഫീലിങ്സ് തോന്നാൻ ഞാൻ എന്താ ശാലിനി എന്ന് കരുതിയോ? ശാലിനിയോ? അപ്പോ ശാലിനിക്ക് എന്നോട് സ്പെഷ്യൽ ഫീലിങ്സ് ഉണ്ടോ മാങ്ങാണ്ടി? പറയ് ചാരു, എന്താ നീ മിണ്ടാതിരിക്കുന്നേ? ശാലിനിക്ക് എന്നോട് പ്രേമം ഉണ്ടോ എന്ന് പറ. അതൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാ, ഒന്നുമില്ല. അത് ഫ്ലോയിൽ പറഞ്ഞതല്ലല്ലോ, ഉറപ്പായിട്ട് അറിയാവുന്നോണ്ട് പറഞ്ഞു പോയതല്ലേ. ശരി എന്നാ, ശാലിനിക്ക് നിന്നോട് എന്തോ സ്പെഷ്യൽ ഫീലിംഗ് ഉണ്ട്. അതിനിപ്പോ എന്താ കശുവണ്ടി? അതങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമാണോ? ഇത്രയും കാലം ഞാൻ ഈ കാര്യം അറിയാതെ പോയല്ലോ. ഇപ്പൊ എന്തായാലും അറിഞ്ഞല്ലോ, ഇനി എന്താ പരിപാടി? എന്നാ ഞാനും അവളുമായിട്ടൊരു സ്പെഷ്യൽ ഫീലിംഗ് വളർത്തിക്കോളാം. ഒരു മാങ്ങാത്തോലിയും വേണ്ട. ഹലോ, എന്റെ ഫീലിങ്സ് എന്റെ ഇഷ്ടം. അത് വേണ്ടെന്ന് പറയാൻ നീ ആരടി മാങ്ങാണ്ടി? നിനക്ക് ശാലിനി സെറ്റ് ആവില്ല. ആണോ? എന്നാ പിന്നെ മറ്റാരാ സെറ്റ് ആവുക? അതും ഞാൻ തന്നെ പറഞ്ഞു തരണോ? പോട്ടെ, എന്നാ നീ സെറ്റ് ആവുമെന്ന് പറ. നീ എനിക്ക് സെറ്റ് ആയി തോന്നല്ലോ. സെറ്റ് ആവില്ല ചാരു. നീ ഒരിക്കലും ഒരു ഗേൾ ഫ്രണ്ട് മെറ്റീരിയൽ അല്ല ചാരു. നിന്നെ ഒരു ഫ്രണ്ട് ആയിട്ടോ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടോ ഇനിയിപ്പൊ കൂടിപ്പോയാ ഒരു ടൈം പാസിന് വേണ്ടി ഉപയോഗിക്കാനോ പറ്റും. ശാലു പഞ്ചപാവം. ഇത്രയും നാളും എന്നോടുള്ള സ്നേഹം സ്വന്തം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് എന്തുമാത്രം വിഷമിച്ചു കാണും. ഓ മൈ ശാലു. മോം, അത് പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി എന്തിനുള്ള പുറപ്പാടാ? ഇതൊക്കെ എന്താണ് മഞ്ജരി? നീയും മിഥുനും കൂടി തല്ലുകൂടുന്നത് മേഘന കണ്ട എന്താവുന്ന് രണ്ടാൾക്കും ഒരു ചിന്തയില്ലല്ലോ. കുറച്ചു മുമ്പ് മേഘനയും നീരജും കൂടെ നിങ്ങളെ തപ്പി ഇങ്ങോട്ട് വന്നിരുന്നു. മേഘനയുടെ കണ്ണി പെട്ടിരുന്നെങ്കിൽ ചീട്ടുകൊട്ടാരം പോലെ എല്ലാം തകർന്നു വീഴില്ലായിരുന്നോ? നിങ്ങൾ രണ്ടുപേരും പിന്നെ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? മോം, അതല്ല മോം, ഇവിടെ എന്താ ഉണ്ടായെന്ന് വെച്ചാ ഞാൻ മിഥുൻ പ്ലീസ് ഒന്നോർത്തോ, ഈ റൂം ഇപ്പൊ നിന്റെ മാത്രമല്ല മേഘനയുടെയും കൂടിയാ. നിങ്ങളുടെ രണ്ടുപേരുടെയും മാത്രം മുറി. നീയും മഞ്ജരിയും കൂടി എന്തൊക്കെ അഭ്യാസങ്ങൾ വേണമെങ്കിലും കാണിച്ചോ. തല്ലുകൂടോ തലകുത്തി മറിയോ പ്രേമിക്കോ എന്ത് വേണമെങ്കിലും. അതൊക്കെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും വെച്ച് നടത്തിക്കൊള്ളണം. നിങ്ങളുടെ പോക്കിരിത്തരങ്ങൾക്ക് ഈ മുറി ഇനി മേലിൽ ഉപയോഗിച്ചു പോകരുത്. മേഘനയ്ക്ക് മാത്രം ഇവിടെ കയറി വരാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. ഇവിടെ ജീവിക്കേണ്ടത് മേഘനയും മിഥുനും മാത്രമാണ്. മറ്റൊരാൾക്കും ഇവിടെ സ്ഥാനമില്ല. എന്ത് ചെയ്താലും അതിലൊരു ഡീസൻസി ഉണ്ടാവണം. ഇങ്ങനെ ചീപ്പായിട്ട് ബിഹേവ് ചെയ്യരുത്. എക്സ്ക്യൂസ് മീ പ്ലീസ്. മോനെ മിഥുനെ, നിനക്കിപ്പോ ഒരു ഭാര്യയുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ആ പെണ്ണിന്റെ കഴുത്തിൽ നീ താലി കെട്ടിയതാ.
ഭാവിയിലെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് പ്രവചിക്കാൻ ഇപ്പൊ എന്നെ കൊണ്ടാവില്ല. പക്ഷെ ഇപ്പൊ നിന്റെ ഭാര്യ മേഘന ഈ കുടുംബത്തിലെ മരുമോളാന്ന് മറക്കരുത്. നീ കഴുത്തില് താലി കെട്ടിയ പെണ്ണ്. ആ താലി അവളുടെ കഴുത്തിലുള്ളപ്പോ നിങ്ങളെ തമ്മിലുള്ള ഈ വിവാഹ ബന്ധത്തിന് ഒരല്പം വില കൊടുക്കാൻ ശ്രമിക്കടാ. ഐ എം സോറി മോം. മിഥുൻ, നിന്റെ ജാതകത്തിലെ ദോഷങ്ങളും മേഘനയെ നിന്റെ ജീവിതത്തിലേക്ക് കൂട്ടിയതിന്റെ ഉദ്ദേശവും നിനക്കറിയാലോ. നീയും മഞ്ജരിയും തമ്മിലുള്ള രഹസ്യ ബന്ധത്തെക്കുറിച്ച് അവസാനം വരെ മേഘന അറിയാൻ പാടില്ലെന്ന് നിനക്കറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ട് ഇത്തരം മണ്ടത്തരങ്ങൾ കാണിക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നിടാ? നിന്റെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും അപകടങ്ങൾ നിറഞ്ഞതാണ്. ആ അപകടങ്ങൾ അകറ്റി നിർത്താനായിട്ട് മേഘന നിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. മേഘനയും നീയും തമ്മിലുള്ള ഈ വിവാഹ ബന്ധത്തിന് ഒരു പോറല് പോലും ഏൽക്കാതെ നീ നോക്കണം. ചില്ലുകൊട്ടാരം പോലുള്ള ഈ ബന്ധം നീ താഴെയിട്ട് പൊട്ടിച്ചു കളയരുത്. നിന്റെ ജീവൻ നിലനിർത്താൻ എനിക്കിപ്പോ മേഘനയല്ലാതെ മറ്റൊരു മാർഗവുമില്ല മിഥുൻ. മേഘന എന്ന രക്ഷാചരട ആവശ്യമില്ലാതാകും വരെ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് പിടിച്ചു നിൽക്ക്. താഴെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. നീ അങ്ങോട്ട് ചെല്ല്. എന്നാലും ഇതിനിടൻ എവിടെ പോയതായിരിക്കും? മോളെ മേഘനെ, ആ? മിഥുനെ നീ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? കണ്ടില്ലല്ലോ അച്ഛാ. ഞാനും കുറെ നേരമായിട്ട് തപ്പി നടക്കാം. ആ, ബാലകൃഷ്ണൻ സാറേ. മഞ്ജരി, മിഥുനേട്ടൻ എവിടെയാണെന്ന് ഒരു പിടിയുമില്ല. നീ ഏട്ടനെ കണ്ടായിരുന്നോ? മഞ്ജരി, നീ എവിടെ പോയതാ? എവിടേക്കോ അല്ല നീരജ്, വാഷ്റൂമിൽ പോയിട്ട് വരിക. ഹലോ. ഹരി പറഞ്ഞു. യാ. മിഥുൻ എന്നോട്. മഞ്ജരി, what happened? എന്തിനാ നീ കരയുന്നു? Are you okay? I am not okay, aunty. എന്താ മോളെ പറ്റി? മിഥുൻ ആകെ മനം മാറിയിരിക്കുന്നു ആന്റി. മിഥുൻ എങ്ങനെ മാറാനാ? അറിയില്ല. മഞ്ജരി, മസ്കറ്റിൽ നിന്ന് ഏട്ടനെ വിളിക്കുന്ന. Just give me 2 minutes, okay? മഞ്ജരി, നിനക്ക് എന്താ പറ്റിയേ? ചോദിച്ചത് കേട്ടില്ലേ? എന്താ പറ്റിയെന്ന്? എന്നോട് പറയാൻ പാടില്ലാത്തതാ. നിന്റെ മനസ്സിൽ എന്തോ സങ്കടം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ആ സങ്കടത്തിന്റെ കാരണം എന്താന്നുള്ള കാര്യം എന്നോട് പറഞ്ഞൂടെ? കാരണം മറ്റാരും അല്ല മേഘനെ.